മരം കോച്ചുന്ന തണുപ്പാണ് ഡൽഹിയിൽ. ആദ്യം നമുക്ക് ആ കാഴ്ചകൾ കാണാം. आपको लेकिन ऑफिस में माइक तार जानते हैं ना? ബി ബാലഗോപാലുണ്ട് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന്. ബാലു, ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം സങ്കീർണമാണ് അവിടുത്തെ കാര്യങ്ങളെന്ന്. അതിശൈത്യം എന്ന് പറഞ്ഞാലും പോരാ, കൊടും തണുപ്പും മഞ്ഞും ഒക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. ബാലു, എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതമൊക്കെ? ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ് സേതു. ഇന്ന് സമീപകാല ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ തണുപ്പാണ് ഡൽഹിയിൽ ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. അതിലേറെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത് ഇവിടുത്തെ മൂടൽമഞ്ഞാണ്. ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇന്ന് രാവിലെ കാഴ്ചപരിധി 0 അടുത്തായിരുന്നു. അതായത് കാഴ്ചപരിധി ഒട്ടുമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഡൽഹിയിലും സ്ഥിതി ഏറെക്കുറെ ഈ കാഴ്ചപരിധി വളരെ കുറവാണ്. രാവിലെ മുതൽ തന്നെ റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെ കാര്യമായി തന്നെ ഈ മൂടൽമഞ്ഞ് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഈ മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് ഈ സീസണിലെ ഏറ്റവും അധികം മൂടൽമഞ്ഞ് ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇതുവരെയും ഈ സമയം ഏതാണ്ട് 8:30ആയി. പക്ഷേ എനിക്ക് ഇവിടെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ വിമാനത്താവളത്തിന് സമീപത്താണ്. അവിടെ ഇപ്പോൾ പോലും കാഴ്ച പരിധി 10 മീറ്ററിൽ താഴെയാണ്. അതിൽ നിന്ന് തന്നെ എത്രത്തോളം ഈ ശക്തമായിട്ടാണ് ഈ മൂടൽമഞ്ഞ് ഡൽഹിയെ ബാധിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുന്നതായിരിക്കും. ഡൽഹിയിൽ നിന്ന് പല വിമാന സർവീസുകളും വളരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. പല വിമാനങ്ങൾക്കും ഇതുവരെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ലാൻഡിങ്ങിനും വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. റെയിൽ ഗതാഗതത്തെയും ഈ മൂടൽമഞ്ഞ് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. 20-ലധികം തീവണ്ടികളാണ് വൈകി ഓടുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അത്രയധികം സേതു പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ അത്രയധികം ഒന്നും ബാധിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ ഡൽഹിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പതിവ് സംഭവമാണ്. എല്ലാ ഈ ശൈത്യകാലത്തിലുമൊക്കെ ഇങ്ങനെ മൂടൽമഞ്ഞൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് ഈ സീസണിലെ ഏറ്റവും അധികം നാട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ അതിശൈത്യവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ? പിന്നെ മറ്റൊരു കാര്യം, ബാലു പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഒരുപാട് വർഷങ്ങളായി ബാലു കുടുംബത്തോടൊപ്പം ഡൽഹിയിൽ തന്നെയാണ്. എങ്കിലും നാട്ടിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ പെട്ടെന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സേതു, ഇതൊക്കെ എൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം എല്ലാ ഡിസംബർ മാസത്തിലും ഇതുപോലെ മൂടൽമഞ്ഞും അതുപോലെ തന്നെ അതിശൈത്യവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഏതാണ്ട് 20 വർഷത്തോളമായി ഞാൻ ഈ ഡൽഹിയിലുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണ് നിൽക്കുന്നതെങ്കിലും ഞാൻ നമ്മുടെ ക്യാമറാമാൻ ജഗദീഷും കൂടെ ലക്നൗവിലേക്കുള്ള യാത്രാ മധ്യയാണ്. ഞങ്ങളുടെ വിമാനം ലേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പോകാൻ വേണ്ടി കഴിയാത്തത്, ഞങ്ങളുടെ ഈ യാത്ര വൈകുന്നത്. പക്ഷേ ലക്നൗവിൽ ഇതിലേറെ തണുപ്പാണ് എന്നതാണ് ഈ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇന്ന് രാവിലെ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ തണുപ്പും മൂടൽമഞ്ഞുമായിരിക്കും എനിക്കും ജഗദീഷിനും ഒക്കെ നാളെ അനുഭവിക്കേണ്ടി വരിക എന്നാണ് തോന്നുന്നത്. ഇതേ കാലാവസ്ഥ അടുത്ത 2-3 ദിവസം കൂടി നീണ്ടു നിൽക്കുമെന്നും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സേതു.